നറുചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം മാതൃത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുക. മാതൃത്വമേറുന്ന എല്ലാ ദമ്പതികളും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം, നിങ്ങൾ ഇന്ന് പേറിയിരിക്കുന്ന ഈ മാതൃത്വം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ചിന്തിക്കുക. നാളത്തെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുകയും അതിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നു. ഈ കുഞ്ഞ് നാളെ ആരായിത്തീരുമെന്ന് നമ്മൾക്ക് ആർക്കും ഒരു നിശ്ചയമില്ല. പക്ഷെ അവൻ ജീവിക്കേണ്ടത് സമൂഹത്തിലാണ്. ഇവനിലൂടെ സമൂഹം രക്ഷ പ്രാപിക്കണമെങ്കിൽ ഇവനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നന്മയും കരുണയും സ്നേഹവും ശാന്തശീലവും ഒക്കെ ആ കുട്ടിയിൽ ജനിക്കണമെങ്കിൽ അത് ആ കുട്ടിയുടെ അമ്മയിലാണ് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത്. മാതൃത്വമേറുന്ന അമ്മമാര് സ്വയം ഇതെല്ലാം അവരിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിയിൽ ഇതുണ്ടാകുകയുള്ളൂ. അപ്പോൾ വലിയൊരു ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ ആദ്യം ഇതൊക്കെ ഉണ്ടാകണം. ചിലവരൊക്കെ പറയും, എൻ്റെ മോൻ ഒന്നും പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, എൻ്റെ മോൻ വലിയ കുരുത്തക്കേടുകൾ കാണിക്കുന്നു, എൻ്റെ മോൻ വളരെയേറെ ദേഷ്യപ്പെടുന്നു. ഇതൊക്കെ പല അമ്മമാര് പറയുന്ന പരാതികളാണ്. ആ അമ്മയിൽ ഇതെല്ലാം ആ കുട്ടി ഗർഭം ധരിക്കുന്ന അവസ്ഥയിൽ ആ അമ്മയിലുണ്ടായ സ്വഭാവങ്ങൾ തന്നെയാണ് ആ കുട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് വെറുപ്പുള്ള എല്ലാം കുട്ടിക്കും വെറുപ്പുണ്ടാകും. അമ്മ സ്നേഹത്തോടെ ഉള്ളതെല്ലാം ആ കുട്ടിയിലും ഉണ്ടാകും. നിറവും മണവും ശബ്ദവും എല്ലാം ഈ കുട്ടിയിലേക്ക് മാതൃത്വം ഏറുന്ന ആ യുവതിയിലൂടെ അമ്മയിൽ ഉദരത്തിൽ കിടക്കുന്ന ആ കുട്ടിയിലേക്ക് കടന്നു വരികയാണ്. അമ്മയിലൂടെയാണ് അവൻ ലോകത്തെ കാണുന്നത്. അമ്മയിലൂടെയാണ് അവൻ സമൂഹത്തെ ദർശിക്കുന്നത്. അമ്മയിലൂടെയാണ് അവൻ സമൂഹത്തെ കേൾക്കുന്നത്. അപ്പോൾ അമ്മമാര് നല്ലത് കേൾക്കുവാനും നല്ലത് പറയുവാനും നല്ലത് ചിന്തിക്കുവാനും അല്പം ജീവിതത്തിലെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരുത്തി ശാന്തതയോടും സ്നേഹത്തോടും കരുണയൊക്കെ സ്വയം ഉണ്ടാക്കിയെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ കുഞ്ഞ് നാളെ നല്ലൊരു കുട്ടിയായി വരും. അവൻ നല്ല സമൂഹത്തെ വഹിക്കുന്ന, സമൂഹത്തെ നയിക്കുന്ന, സമൂഹത്തിൽ ശാന്തി ഉണ്ടാക്കുന്ന, സ്നേഹം പങ്കുവെക്കുന്ന നല്ലൊരു മകനായിത്തീരും, മകളായിത്തീരും. തീർച്ചയായിട്ടും നിങ്ങളുടെ മാതൃത്വം അനുഗ്രഹീതമാണ്. അതെന്നും സമൂഹത്തിന് നന്മയ്ക്കായി തീരട്ടെ എന്ന് നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഞാനിത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.